രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ BJPയുടെ അധ്യക്ഷനായപ്പോൾ ഇതേ VD സതീശൻ പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖരൻ വർഗീയവാദിയല്ല, പഞ്ചസാര മതിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ട്. BJP വർഗീയവാദിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? പക്ഷേ VD സതീശൻ പറയുന്നു രാജീവ് ചന്ദ്രശേഖരൻ വർഗീയവാദിയല്ല. പിന്നെ ആരാ വർഗീയവാദി? കേരളത്തിൻ്റെ അവരുടെ അധ്യക്ഷനാണ്. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയല്ല എന്ന് VD സതീശൻ. അവിടെ തലതൊട്ടപ്പനുണ്ട് കാരക്കുന്ന് പറഞ്ഞു, ബൗദ്ധീദിൻ്റെ തിയറി അനുസരിച്ച് ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം വേണം, ലോകം വേണം എന്ന നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ VD സതീശൻ മാറിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഹൈക്കമാൻഡിനോടാണ് ചോദിച്ചത്, നിങ്ങൾ ഈ നിലപാട് അംഗീകരിക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ വർഗീയവാദ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? കോൺഗ്രസ് ഹൈക്കമാൻഡും പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് മറ്റ് നേതാക്കന്മാരും മിണ്ടുന്നില്ല. ഞങ്ങൾ ലീഗിനോട് ചോദിച്ചു, നിങ്ങളുടെ നിലപാടെന്താ? കുഞ്ഞാലിക്കുട്ടി ഉത്തരം പറയുന്നില്ല, നേരിട്ട് ഉത്തരം പറയുന്നില്ല. സമസ്ത 100ാം വാർഷികം നടന്നു. ഇതിനിടെ അവരുടെ ഒരു പ്രമേയം പാസാക്കി, സമസ്തയുടെ പ്രമേയം. ആ പ്രമേയത്തിൽ സമുദായത്തെ ധ്രുവീകരിക്കാൻ നടത്തുന്ന ശ്രമത്തെ അതിശക്തിയായിട്ട് വിമർശിക്കുകയും ജമാഅത്തെ ഇസ്ലാമിൻ്റെ നിലപാടിനെ നല്ല രീതിയിൽ വിമർശനാത്മകമായിട്ട് പറയുകയും ചെയ്തു. AP ഉൾപ്പെടെയുള്ള സുന്നി വിഭാഗവും അതുതന്നെയാണ് നിലപാട്. ഇനി ഞാൻ ലീഗിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ നിലപാടെന്താണ്?